റഹീമായ ലോകരക്ഷിതാവായ കരുണക്കടലായ മലുക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അല്ലാഹുവേ, ഇന്നലെ മരണപ്പെട്ടു പോയ സുഹൈല എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ, നീ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. പരിശുദ്ധമായ ഹറമിലേക്ക് ഉംറ നിർവഹണത്തിന് വേണ്ടി കടന്നു വന്നപ്പോ ഈ ലോകത്തിനോട് വിട പറഞ്ഞ സഹോദരിയാണല്ലോ പടച്ചവനെ. അല്ലാഹുവേ, നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, നീ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ പരിമളങ്ങൾ അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. മലക്കുകൾ ഇറങ്ങുന്ന ഖബറാക്കണേ അല്ലാ. പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് ചില മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമല്ലോ. ആ കൂട്ടത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരിയും നീ ഉൾപ്പെടുത്തണേ പടച്ചവരെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹറമിൽ മരണപ്പെട്ട് ജന്നത്തുൽ മുഅല്ലയിലെ ഖബറടക്കാൻ ഭാഗ്യം കിട്ടിയ സഹോദരിയാണ്. അല്ലാഹുവേ, എല്ലാവിധ അനുഗ്രഹവും നീ നൽകണേ അല്ലാ. ആ സഹോദരിയുടെ വേർപാടിൽ വേദനിക്കുന്ന ദുഃഖിക്കുന്നവരുണ്ട് പടച്ചവനെ. ബന്ധുമിത്രാദികള്, പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിന്റെ ഓരം ചേർന്നിട്ടാണ് പടച്ചവനെ, ആ ഭർത്താവിന്റെ കൈപിടിച്ചിട്ടാണ് പരിശുദ്ധമായ ഹറമിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവേ, ആ സഹോദരി എന്ന ഭർത്താവിൽ നിന്ന് ഭർത്താവിന് ഒറ്റയ്ക്കാണ്. ആ ഭർത്താവിന് നീ ക്ഷമ നൽകണേ അല്ലാ. സ്വബ്ര പ്രദാനം ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടന്നു വന്ന് അല്ലാഹുവേ, ആ ഹറം ഷരീഫിൽ വെച്ച് ഞങ്ങൾക്ക് പരിശുദ്ധമായ സ്വർഗത്തിന്റെ അനുഭൂതികൾ അനുഗ്രഹങ്ങൾ കണ്ട് ഇതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ സഹോദരിയുടെ ജീവിതകാലത്തിൽ വന്നുപോയ എല്ലാ സകലമായ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ആ മണ്ണറ നീ മണിയറയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആകളൊക്കെ നീ സ്വീകരിക്കണേ പടച്ചവനെ. നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ